അടുത്ത അയൽവാസിയായ തായര താത്തയാണ്. അപ്പം എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും തായര താത്ത നമുക്ക് ഭക്ഷണം നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് തായര താത്ത നമുക്കായി ഭക്ഷണമായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ താഹിറ താത്ത തന്ന ഫുഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് തുറന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് ഫുഡ്, താഹിറ താത്ത തന്ന ഫുഡ്. അപ്പോൾ ഞങ്ങളിവിടെ 5 പേരുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾക്കിത് എല്ലാ വർഷവും ഞങ്ങൾക്ക് തരാറുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പോൾ 5 പേർക്ക് ഒരു നേരമല്ല, സാധാരണ അത് 2 നേരവും ഞങ്ങൾക്ക് കഴിക്കാം. അത്രയും ഫുഡാണ് ഞങ്ങൾക്ക് താഹിറ താത്ത എപ്പോഴും തരുക. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ബിരിയാണിയാണെന്ന് തോന്നുന്നു. ചിക്കനാണോ ബീഫാണോ എന്ന് അറിയുന്നില്ല. ചിക്കൻ പൊരിച്ചതുണ്ട്. എന്തായാലും നല്ല ഫ്രഷാണ്, നല്ല ചൂടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയായിട്ട് വയ്യ. നല്ല സമയമാണ് ഇപ്പോൾ. കാര്യം ഞങ്ങളിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിൽ വന്ന സമയമാണ്. കറക്റ്റ് സമയത്താണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ താഹിറ താത്തയ്ക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങളും അതേപോലെ തന്നെ ഇത് ഓണത്തിനും വിഷുവിനും താഹിറ താത്തയ്ക്ക് തിരിച്ചും ഞങ്ങൾ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇത് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങുക എന്ന് മാത്രമല്ല, നമ്മളതിലൂടെ ഒരു സ്നേഹബന്ധം കൂടിയാണ് ഞങ്ങൾ കൈമാറുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് താഹിറ താത്തയ്ക്ക് ഇതേപോലെ തിരിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ എത്ര അത് ഭംഗിയാക്കിയിട്ടും എത്ര നല്ല ഫുഡ് ഞങ്ങൾക്കത് ഉണ്ടാക്കിയിട്ട്. താഹിറ താത്ത ഭയങ്കര ഫുഡ് മേക്ക് ചെയ്യാൻ ഭയങ്കര ഇതാണ്. ഇതിപ്പം ഇന്ന് മാത്രമല്ല, ഈ നോമ്പുള്ള സമയത്ത് മുഴുവനും ഞങ്ങൾക്ക് ഓരോ പലഹാരങ്ങൾ വൈകിട്ട് ഉണ്ടാക്കി കൊണ്ടുവരും. അതേപോലെ തന്നെ ഞങ്ങളും നോമ്പ് സമയത്ത് താഹിറ താത്തയ്ക്കും ഞങ്ങൾ പലതും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം ആ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെയും കൂടിയും ഒരു ഈദ് മുബാറക്കാണെന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും ഈദ് ആശംസകൾ.